ബീഹാറിലെ ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നാലെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്നു. ഇലക്ഷന് മുൻപ് തന്നെ അവിടെ രണ്ട് ആമക്കളാണ് ഉള്ളത്. അവർ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി. മൂത്ത മകനായ തേജ് പ്രതാപ് വീട്ടിൽ നിന്ന് തന്നെ പുറത്തുപോയി സ്വന്തം പാർട്ടി രൂപീകരിച്ച് വലിയ രീതിയിൽ ഈ RJDക്കെതിരെ പ്രചരണം നടത്തുകയും ചില സീറ്റുകളിൽ RJDയെ പരാജയപ്പെടുത്താനും കാരണമായി. പക്ഷെ പരാജയത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള രൂക്ഷമായ തർക്കം രൂപപ്പെട്ടിരുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ ആൺമക്കൾ തമ്മിലുള്ള ഒരു പോരായിരുന്നെങ്കിൽ അതിന് പിന്തുണയുമായി പെൺമക്കൾ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. രോഹിണിയായിരുന്നു, അദ്ദേഹത്തിന് 9 മക്കളാണ്. അതിൽ രോഹിണിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തേജസ്വി യാദവ് ആ കുടുംബത്തിനെ തന്നെ തകർക്കുന്ന രീതിയിൽ, പാർട്ടിയെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യമാണ് ഈ പരാജയത്തിന് കാരണമെന്ന് ആ രോഹിണി തുറന്നു പറഞ്ഞിട്ടുണ്ട്. രോഹിണിക്ക് പിന്തുണയുമായി മറ്റു 3 മക്കളും കൂടി രംഗത്ത് വന്നതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ആ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. RJDയെ സംബന്ധിച്ചിടത്തോളം അതൊരു കുടുംബ പാർട്ടിയെ വർഷങ്ങളായി മാറിയിട്ട് ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മുഖ്യമന്ത്രിയായി വരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ മൂത്ത മകനെ തേജ് പ്രതാപിനെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് തേജസ്വി യാദവ് വരുന്നു. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലായിരുന്നു 2020 ഇലക്ഷൻ RJD നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ജനകീയ മുഖമായി മാറാൻ തേജസ്വി യാദവിന് കഴിഞ്ഞു. അന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ചെറിയ 5-10 സീറ്റ് മാത്രമായിരുന്നു ആ മുഖ്യമന്ത്രി കസേര നഷ്ടമാകാൻ കാരണമാകുന്നത്. പക്ഷെ അന്ന് ആ മുഖ്യമന്ത്രി കസേര എന്തുകൊണ്ട് നഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ വലിയ പങ്ക് നമുക്ക് കാണാം. കോൺഗ്രസ് 71 സീറ്റിൽ മത്സരിച്ചിട്ട് വെറും 19 സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുരുങ്ങിയത് 6 സീറ്റിലേക്ക് താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, അതോടൊപ്പം തന്നെ കുടുംബ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ തർക്കം, ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബീഹാറിൽ ഈ സഖ്യം ഇന്ത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ഇവിടെയുള്ള രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും ആരോപിക്കുന്നതോ വോട്ട് ചോരി ആരോപണമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് അവർ രംഗത്ത് വരുന്നത്. അവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇവർ എങ്ങനെയാണ് വിജയത്തിന് വേണ്ടി ഇറങ്ങുന്നത്? മറ്റൊരു കാര്യം, കോൺഗ്രസും അതോടൊപ്പം തന്നെ RJDയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നില്ലേ? അവിടെ ബീഹാറിൽ ഇപ്പോൾ വളർച്ച കാണിക്കുന്ന ഒരേ ഒരു പാർട്ടി ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ 4 ഇടങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യ മുന്നണിയായി ഒരു സഖ്യമായി മത്സരിക്കുമ്പോൾ പരസ്പര സ്ഥാനാർത്ഥികളെ നിർത്തി ഇവർ ആരെ തോൽപ്പിക്കാനാണ് രംഗത്തിറങ്ങുന്നത്? അത് BJPയും JDUവിനെയും LJPയെ സഹായിച്ചില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ദയനീയമായി ചരിത്രത്തിൽ ഏറ്റവും വലിയ ഈ ഒരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയത് ഈ പാർട്ടികൾ? 2010 ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നെല്ലാം കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം മാറി. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബും അണുബോംബും അടക്കമുള്ളവ അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിച്ച് അതിനുശേഷം ഒരു യാത്ര നടത്തുന്നു. യാത്ര നടത്തിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അവിടെ ഉണ്ടായ ജനക്കൂട്ടം വോട്ടായി മാറുമെന്നും പറഞ്ഞു. പിന്നീട് തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കോൺഗ്രസ് വെറും 6 സീറ്റിൽ ചുരുങ്ങിയില്ലേ? 19 നിന്ന് 6ലേക്ക് ചുരുങ്ങി. ഇത്തരം കാര്യങ്ങൾ, ഈ തമ്മിലടി, പാർട്ടിക്കുള്ളിലെ തമ്മിലടി, കുടുംബത്തിലെ തമ്മിലടി എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ BJPക്കും JDUവിനും ഒരു വലിയ വളർച്ച ഉണ്ടായിരിക്കുന്നത്. RJDയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന കുടുംബത്തിനുള്ളിൽ പ്രശ്നം രൂപപ്പെട്ട സാഹചര്യത്തിൽ അവിടെയുള്ള MLAമാർ മറുകണ്ഠം ചാടി BJP പാളയത്തിലെത്താനുള്ള വലിയ സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകനായ തേജ് പ്രതാപുമായി BJP നേതൃത്വം ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ, NDA നേതൃത്വം ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ. ലാലുവിന്റെ മകൻ തന്നെ BJPയിലേക്ക് വന്നാൽ സ്വാഭാവികമായി തന്നെ RJDയിൽ നിന്നുള്ള MLAമാരും ഈ പാളയത്തിലേക്ക് എത്താനുള്ള വലിയ രീതിയിലുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഉത്തർപ്രദേശിൽ സംഭവിച്ചതുപോലെ, മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് പോലെ RJDയുടെ സ്വാധീനം പൂർണ്ണമായി തന്നെ ഇല്ലാതാകും. കാരണം ഒരു കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു പാർട്ടിയാണല്ലോ BSPയുടെ ഇന്നത്തെ അവസ്ഥയോ? ഒരു MLAയോ MP ഇല്ലാത്തത് അവസ്ഥയിലേക്ക് ആ പാർട്ടി കൂപ്പുകുത്തിയില്ലേ? അങ്ങനെ അത്തരം ചിന്താഗതികൾ, ആ പാർട്ടികൾ എന്തുകൊണ്ട് തകർന്നു എന്നതിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ, ഈ തമ്മിലടികൾ പരിഹരിച്ചില്ലെങ്കിൽ
കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ, അതോടൊപ്പം തന്നെ എല്ലാ നിയമങ്ങളും, അതോടൊപ്പം തന്നെ എല്ലാ അവകാശങ്ങളും, പാർട്ടിയിലെ എല്ലാ അവകാശങ്ങളും ഈ കുടുംബത്തിൽ മാത്രം ചുരുക്കിക്കെട്ടുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ നേതൃത്വത്തിനുണ്ടാകും. ചിലപ്പോൾ ആ പാർട്ടിയുടെ പ്രധാന ചുമതലക്കാർ പാർട്ടി നേതാക്കളായാലും അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നെല്ലാം നേതാക്കളെ വളർത്തിയെടുത്താണ് അഖിലേഷ് യാദവ് അടക്കമുള്ളവർ മുന്നേറുന്നത്. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പായി അവിടെ SP വലിയ തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇന്നും കരുത്തനായി നിൽക്കുകയാണ്. 2027 തിരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അതിനുള്ള കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും മറ്റ് ഭൂരിപക്ഷത്തിലെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം നേതാക്കളെ വളർത്തി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കുടുംബരാഷ്ട്രീയം ചിലപ്പോൾ ബീഹാറിനേക്കാൾ അപകടകരമായ രീതിയിലാണ് പോകുന്നത്. ഈ അഖിലേഷ് യാദവിന്റെ ഭാര്യ മത്സരിക്കുന്നു, അതോടൊപ്പം തന്നെ അതിലെ പല കുടുംബാംഗങ്ങളും തലമുറ മാറ്റം ഉണ്ടാകുമ്പോൾ തുടർച്ചയായ മത്സരങ്ങളിൽ അവർ പങ്കെടുക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു നിലവിൽ. പക്ഷെ ഒരു നാൾ അത് നാം പല സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ തന്നെ കുടുംബ രാഷ്ട്രീയത്തിനെതിരായി അവർ പ്രവർത്തിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നാം കാണുന്നത് എന്താണ്? കുടുംബ രാഷ്ട്രീയത്തിനെതിരായി ഉണ്ടാകുന്ന ഒരു വിധിയെഴുത്തല്ലേ. അതുകൊണ്ട് തന്നെ 10-15 വർഷമായി ഈ രാഹുൽ ഗാന്ധി തന്നെ ഭാവി പ്രധാനമന്ത്രിയായി ചുമതല വഹിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണ് ജനങ്ങൾ തള്ളിക്കളയുന്നത്? അത് ഈ കുടുംബ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അത് തന്നെ ബീഹാറിൽ സംഭവിക്കും. നാം ഏത് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ മനസ്സിലാകും വലിയ രീതിയിൽ തന്നെ കുടുംബാധിപത്യത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴുള്ള നിലവിലെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കൂ. അവരെല്ലാം ഈ കുടുംബ രാഷ്ട്രീയത്തിന്റെ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി വന്നവരല്ലേ. ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടിയായ സ്റ്റാലിന്റെ പാർട്ടി, അദ്ദേഹം കുടുംബ രാഷ്ട്രീയത്തിന്റെ ഒരു ഉൽപ്പന്നമല്ലേ. പിന്നീട് നാം കാണുന്നത് ജമ്മു കാശ്മീരിലും ഇതും കുടുംബ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖ്യമന്ത്രിയല്ലേ. പിന്നീട് ജാർഖണ്ഡിൽ. അങ്ങനെ കുടുംബ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി നേതാക്കളുടെ മക്കൾക്ക് ചില സംസ്ഥാനങ്ങൾ അങ്ങ് തീരെഴുതി കൊടുക്കുകയാണ്, അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ അത് ഇനി അധികം നാൾ പോകില്ലെന്നുള്ള തെളിവാണ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഈ വിധിയെഴുത്തുകൾ. ഉത്തർപ്രദേശിൽ ശക്തി ഉണ്ടെങ്കിലും തുടർച്ചയായി 2 വട്ടമായി അവർക്ക് അധികാരം ലഭിക്കുന്നില്ല. അവിടെ മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് പരാജയപ്പെടുകയാണ്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ പരാജയപ്പെടുകയാണ്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും പരാജയങ്ങൾ മാത്രമാണ് ഇത്തരക്കാർക്കുണ്ടാകുന്നത്. ഈ പരാജയങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഹൈക്കമാൻഡിൽ ഇതിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു നേതാവ് തന്നെ കുടുംബ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ. അവിടെ അച്ഛനും മക്കളും മരുമക്കളും മരുമകനും എല്ലാം മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി നിൽക്കുന്നു. കുറച്ചു പേർ മത്സരിക്കുന്നു, അവർ ജയിക്കുന്നു. കാരണം ജനങ്ങളുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് അവരെ ജയിപ്പിക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ ജനങ്ങൾ ചിലയിടങ്ങളെങ്കിലും പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ നിലവിൽ RJDക്ക് 25-ലധികം MLA-മാരുണ്ട്. ഈ 25-ലധികം MLA-മാരെ ഉറപ്പായി തന്നെ BJP ചാക്കിട്ട് പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രചരണ കാലഘട്ടത്തിൽ തന്നെ നാം ശ്രദ്ധിച്ചതാണ്, RJDയുടെ ഭാഗത്തു നിന്നുള്ള 1-ലധികം MLA-മാരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPക്കും JDUവിനും കഴിഞ്ഞു. അത് തുടരുക തന്നെ ചെയ്യും. കാരണം അവർ വളരെ വലിയ കരുത്തോടു കൂടിയാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇനിയുള്ള 5 വർഷം RJDക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതും വലിയ സംശയമുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.